ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോരുന്ന വഴി വൈപ്പി മാർക്കറ്റിൽ ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് ചാള വാങ്ങി. ചാള വാങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാൻ നേരത്ത് കപ്പ കണ്ടു കേട്ടോ. അപ്പോൾ 2.5 കിലോ 100 രൂപയായിരുന്നു. അപ്പോൾ ഞാനൊരു 50 രൂപയ്ക്ക് കപ്പ വാങ്ങി. അപ്പോൾ ഞാനോർത്ത് കപ്പയും ചാളക്കറിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. കപ്പ കൊത്തി എരിഞ്ഞിട്ട് ഒലത്തുവാണ് കേട്ടോ ചെയ്തത്. എൻ്റെ പിള്ളേർക്ക് ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. ആദ്യം വിചാരിച്ചു കപ്പ പുഴുങ്ങി ചാളക്കറിയും കൂടി കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു അങ്ങനെ വേണ്ട, കപ്പ ഒലത്തിയാൽ മതി, മുളക് പൊടിയൊക്കെ ഇട്ട് ഒലത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദേ കപ്പ റെഡിയാക്കി എടുക്കുവാണ്. ഞാനിന്ന് ബസ്സിനാണ് പോയത് വൈപ്പിൽ ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഒരുപാട് വൈകി, 8 മണിയായി. അപ്പോൾ ഞാൻ ദേ കപ്പ റെഡിയാക്കാൻ പോവാണ്. കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കപ്പ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു. എന്നിട്ട് കടുക് താളിച്ചിട്ട് ഒരു 3-4 അല്ലി ചുവന്നുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. അത് ഒന്ന് വഴന്ന് വന്നപ്പോഴേക്കും കപ്പ ഇട്ട് കൊടുക്കുകയാണ്. അതിന് മുമ്പ് 1 സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതേ കപ്പ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കേട്ടോ. വെള്ളം കൂടി പോകുമെന്നറിയില്ല, കപ്പ വേവുന്നതാണോ എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ വെച്ച് നോക്കാം. അപ്പോൾ 2 വിസിലടിച്ചുള്ളൂ. കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതേ കപ്പ ഒലത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചാളക്കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചാള മുളകിട്ടാണ് വെച്ചത്. ചാള മുട്ട ചാളയായിരുന്നു. അപ്പോൾ അതിലെ മുട്ട സെപ്പറേറ്റ് എടുത്ത് വറുത്തെടുത്തിട്ടോ എൻ്റെ മോൾക്ക് വേണ്ടി. അപ്പോൾ കുറച്ച് കപ്പ ഒലത്തിയതും കുറച്ച് ചാളക്കറിയും ചാളമുട്ട വറുത്തതും മോൾക്ക് കൊണ്ടുപോകാനായിട്ട് എടുക്കുവാണ്. അഖിലിൻ്റെ വീട്ടിൽ എന്നും മീൻകറി ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ വലിയ മീനായിരിക്കും അവിടെ വാങ്ങുന്നത്. അപ്പോൾ എൻ്റെ മോൾക്ക് ഈ ചാളയുടെ മുട്ട ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ മീനൊക്കെയാണ് അവൾക്ക് ഇഷ്ടം. അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാനുള്ളത് ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചു. പിന്നെ മോന് വിളമ്പി കൊടുക്കുവാണ്. അവനെ എടുത്ത് വെച്ചിട്ട് അവനോട് കഴിക്കാൻ പറഞ്ഞപ്പോൾ അവൻ തകൃതിയായി TV കണ്ടോണ്ടിരിക്കട്ടെ. അപ്പോൾ അവൻ അതും കൊണ്ട് ഹോളിലേക്ക് പോയി. പിന്നെ ഞാൻ അതേ മുകളിലെ വീട്ടിലേക്ക് പോവാണ്. പോയി വന്നതിന് ശേഷം അടുത്ത് തന്നെയാണ് കേട്ടോ വീട്. അപ്പോൾ അവളെ പോയി വന്നു. ഞാനും കഴിക്കുകയാണ് കേട്ടോ. ചാളക്കറിയും കപ്പയും കൂടി കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടത്തിൽ ലൈക്ക് ചെയ്യാൻ, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ഡിയേഴ്സ്.